നമസ്കാരം. ടോക്ക് ടൈയിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ ആത്മീയ രംഗത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ആശാസ്യമല്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ച്, പ്രവണതകളെക്കുറിച്ച് പറയാമെന്നാണ് കരുതുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയിൽ 9-ാം അധ്യായം സൂറത്തു തൗബയിൽ 34-ാം സൂക്തം സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും പെട്ട ധാരാളം പേർ മനുഷ്യരുടെ ധനം അന്യായമായി ഭക്ഷിക്കുകയും ദൈവമാർഗത്തിൽ നിന്ന് അവരെ തടയുകയും ചെയ്യുന്നു എന്നതാണ് അതിൻ്റെ സാരം. തുടർന്ന് ആ അധ്യായത്തിൽ തന്നെ തുടർന്നുള്ള സൂക്തങ്ങളിലും അതിനുള്ള ശിക്ഷയും അതിൻ്റെ ഭവിഷ്യത്തുകളുമാണ് വിവരിക്കുന്നത്. ഈ വിഷയം ഇപ്പോൾ ഇവിടെ പറയാൻ കാരണം, ഈ അടുത്ത കാലത്തായി കേരളത്തിൽ ചില പ്രബല മതങ്ങളിലെ പുരോഹിതന്മാർക്കിടയിൽ വലിയ അസ്വാരസ്യം രൂപപ്പെട്ടു വരുന്നതായി കാണുന്നു. അവർക്കിടയിൽ തർക്കം തെരുവുകളിൽ വരെ എത്തിച്ചേരുന്നു. ചിലത് കയ്യാങ്കളി വരെ ആയിത്തീരുന്നുമുണ്ട്. ഇതൊരിക്കലും ഒരു മതത്തിനും ഒരു സമൂഹത്തിനും ഗുണകരമായൊരു കാര്യമായിരിക്കില്ല എന്ന് സൂചിപ്പിക്കാനാണ് ഇത്രയും പറഞ്ഞത്. പുരോഹിതന്മാർക്കിടയിൽ തർക്കവും സംഘർഷങ്ങളും യുദ്ധങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് എന്ന് ചരിത്രം പറയുന്നു. 1054 മഹത്തായ മതഭിന്നിപ്പ് എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരു സംഭവമുണ്ട്. അത് റോമൻ കാത്തലിക് ചർച്ചും ഈസ്റ്റേൺ ചർച്ചും തമ്മിലുള്ള തർക്കമായിരുന്നു. അതിനെ മഹത്തായ മതഭിന്നിപ്പ് എന്ന പേരിലാണ് ഇന്നും അറിയപ്പെടുന്നത്. പിന്നീടുണ്ടാവുന്നത് 16-ാം നൂറ്റാണ്ടിലാണ്. മാർട്ടിൻ ലൂതർ കിങ്ങും ജോൺ കാൽവിനും ക്രിസ്തുമത ആശയങ്ങളെ ചൊല്ലിയുള്ള തർക്കം ഉണ്ടാവുകയുണ്ടായി. വാസ്തവത്തിൽ അത് 30 വർഷത്തോളം നീണ്ടുന്ന യുദ്ധത്തിൽ വരെ കലാശിച്ചു എന്നാണ് കേൾക്കുന്നത്, ചരിത്രം പറയുന്നത്. ഇസ്ലാമിക ചരിത്രത്തിലുമുണ്ട് പുരോഹിതർക്കിടയിലുണ്ടായ തർക്കങ്ങളുടെ കഥകൾ. പ്രവാചകന്റെ വഫാത്തിന് ശേഷം രൂപപ്പെട്ട സുന്നി ഷിയ തർക്കം പ്രസിദ്ധവും ഇന്നും നിലനിൽക്കുന്നതുമാണല്ലോ. അതിനു പുറമെ മഹാനായ ഇമാം ഗസാലിയും ഇബ്നു സീനയും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇബ്നു സീന ഗ്രീക്ക് ഫിലോസഫി ഇസ്ലാമിക ഫിലോസഫിയുമായി കൂട്ടിക്കലർത്തുന്നു എന്നതായിരുന്നു ഇമാം ഗസാലിയുടെ വിഷയം. അതിനു പുറമെ ഇത് ക്രിസ്തുമത ഇസ്ലാം മത രംഗത്തുണ്ടായ പൗരോഹിത്യ തർക്കങ്ങളാണെങ്കിൽ ഹിന്ദുമതവും അതിൽ നിന്നൊട്ടും വിഭിന്നമല്ല. മാധവാചാര്യരുടെ ദ്വൈതവും ശങ്കരാചാര്യരുടെ അദ്വൈതവും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. ബൗദ്ധികമായി ശാരീരികമായ യുദ്ധസമാനമായ ഏറ്റുമുട്ടലുകളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ആശയതലത്തിൽ തിയോളജിക്കൽ ലൈനിൽ ഇൻ്റലക്ച്വലായി ഏറ്റുമുട്ടലുകൾ നിലനിൽക്കുന്നു. അതിപ്പോഴും അദ്വൈതങ്ങൾ തമ്മിൽ ബുദ്ധിസത്തിലും സിഖിസത്തിലും ജൂതായിസത്തിലും ഇതേപോലെ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബുദ്ധിസത്തിലെ മഹായാനം ഹീനയാനം തർക്കം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജൂതായിസത്തിലും സാൻമാർഗ ചിന്തകളും ദൈവശാസ്ത്രവും തമ്മിലുള്ള ജനങ്ങൾക്കുള്ള മേലുള്ള മേൽക്കോയ്മ തന്നെയായിരുന്നു എല്ലായിടങ്ങളിലും മുഖ്യഹേതു തർക്കങ്ങളുടെ. ആരാധനാലയങ്ങളുടെ മേധാവിത്വം, ജനങ്ങളിലുള്ള മേൽക്കൈ, ഇതെല്ലാം എക്കാലത്തും പുരോഹിതന്മാരുടെ പ്രശ്നങ്ങളായിരുന്നിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം ഖുർആൻ അത്തരമൊരു മുന്നറിയിപ്പ് മുന്നോട്ട് വെച്ചത്. കാരണം ഇതൊക്കെ പറയുമ്പോഴും ഇന്നത്തെ കാലത്ത് പോലും നിലനിൽക്കുന്ന പൗരോഹിത്യ തർക്കങ്ങളുള്ളപ്പോഴും പുരോഹിതന്മാരോ പണ്ഡിതന്മാരോ മുഴുവൻ പേരും അത്ര നല്ലവരല്ല എന്നൊരു ധ്വനി ഇതിലുണ്ടാകാൻ പാടില്ലാത്തതാണ്. അത് നമ്മുടെ ഉദ്ദേശമല്ല, ലക്ഷ്യമല്ല. കാരണം ഉന്നതരായ മഹാന്മാരായ സൂഫി വര്യന്മാരായ മഹത്തുക്കൾ അവർക്കിടയിലുണ്ട്, പണ്ഡിതന്മാരുണ്ട്. പ്രവാചകൻ പറയുണ്ടായി ഒരു ഹദീസിൽ, തൻ്റെ കാലശേഷം പണ്ഡിതന്മാരാണ് ഇതിനെ നയിക്കേണ്ടതെന്ന്.
പക്ഷേ പുരോഹിതന്മാരാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്ന് പ്രത്യേകം ഓർക്കണം. പണ്ഡിതന്മാർ എന്നാൽ എല്ലാ വിഷയങ്ങളിലും പാണ്ഡിത്യമുള്ളവർ എന്ന് തന്നെയാണ് അർത്ഥം. കേവലം മതാനുഷ്ഠാനങ്ങളുടെയോ ആചാരാനുഷ്ഠാനങ്ങളുടെയോ കാർമ്മികത്വം വഹിക്കലല്ല പാണ്ഡിത്യം എന്നുകൂടി അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഭൗതിക ആത്മീയ കാര്യങ്ങളിലെല്ലാം പാണ്ഡിത്യം ഉള്ള ആളാണ് തികഞ്ഞ പണ്ഡിതനായിരിക്കുന്നത്. അവരാണ് പ്രവാചകന്മാരുടെ അനന്തരാവകാശികൾ, സമൂഹത്തെ നയിക്കേണ്ടവർ എന്നാണ് ആ ഹദീസിലെ സാരാംശം. ഈ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഇന്നത്തെ പ്രശ്നങ്ങളെ കാണാൻ. ഇന്നത്തെ പൗരോഹിത്യ സഭകൾക്കിടയിലുള്ള തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെടട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അതോടൊപ്പം നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ അതിലുള്ള റോള് വളരെ കരുതലോടെ വേണം. നമ്മൾ ഏതെങ്കിലും സംഘത്തിൻ്റെ പുറകെ ചേരുകയല്ല വേണ്ടത്. നൈതിക മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നീതിയുടെ പക്ഷമായി ചേരാവൂ. രണ്ട് തിന്മകൾ അല്ലെങ്കിൽ ഒരു നന്മയും തിന്മയും ഏറ്റുമുട്ടുമ്പോൾ കണ്ണു ചിമ്മി നമ്മുടെ ആളുകളുടെ പക്ഷം ചേരലല്ല അതിലെ അഭികാമ്യമായിട്ടുള്ളത്. നീതിയുടെ പക്ഷം ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനോടൊപ്പം നിൽക്കണം. അങ്ങനെ അതിലൂടെ മാത്രമേ നീതി വിജയിക്കുകയുള്ളൂ. പുരോഹിതന്മാരുടെ പക്ഷത്ത് തീർച്ചയായും താത്വികമായ തർക്കങ്ങൾ രൂപപ്പെടുക എന്നുള്ളത് സ്വാഭാവികമാണ്. അത് എല്ലാ രംഗത്തുമുള്ളതുപോലെ വൈജ്ഞാനിക രംഗത്തും തർക്കങ്ങളും വിതർക്കങ്ങളും ഉണ്ടാവും. അതതിൻ്റെ സ്വാഭാവിക രീതിയാണ്. പക്ഷെ അവയെല്ലാം ഏറ്റവും ആരോഗ്യകരമായ രീതിയിൽ പരിഹരിക്കേണ്ടതാണ്. ഏറ്റവും സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് നമ്മുടെ പ്രസ്ഥാനത്തെ, ആശയത്തെ, വേദത്തെ, ദൈവത്തെ അപഹാസ്യമാക്കുന്ന തരത്തിലേക്ക് തരം താഴാതെ അവയുടെ വിഷയത്തിൻ്റെ ഗൗരവവും ദിവ്യത്വവും പരിപാലിക്കപ്പെട്ടുകൊണ്ട് തന്നെ വേണം ആ പ്രശ്നങ്ങൾക്കിടയിൽ തർക്കങ്ങളിൽ ഏർപ്പെടാൻ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. നമ്മളൊരു പണ്ഡിതനല്ലെങ്കിലും ഇത് പൊതുസമൂഹത്തിൻ്റെ ആഗ്രഹമാണ് ഞാൻ ഈ പ്രതിഫലിപ്പിച്ചത്. പൊതുസമൂഹം നിസ്സഹായരാണ്. പൗരോഹിത്യ സമൂഹം പരസ്പരം കലയിക്കുമ്പോൾ പൊതുസമൂഹത്തിന് ചോയ്സ് കൂടുതലായിട്ടില്ല. അവർക്ക് തീരെ നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു പക്ഷം ചേരുക എന്നുള്ളതാണ് പിന്നെ കരണീയമായിട്ടുള്ളത്. പക്ഷേ അത് പ്രശ്നങ്ങളെ വഷളാക്കുകയുള്ളൂ. നീതിയുടെ പക്ഷം ചേരാൻ ശ്രമിക്കുക. പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടിയായിക്കട്ടെ പക്ഷം ചേരൽ, അത് കാളിക്കത്തിക്കാൻ വേണ്ടിയായി കൂടാ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇതിൽ പുറത്തു നിന്നുള്ള രാഷ്ട്രീയ ഇടപെടലുകളുടെ സ്വാധീനം നമുക്കിതിൽ കാണാം. തീർച്ചയായും രാഷ്ട്രീയത്തിന് ഉത്തരവാദിത്തങ്ങളുണ്ട്. സമൂഹത്തിൻ്റെ ക്രമസമാധാന നില തകർച്ചയിലേക്ക് അടുക്കുമ്പോൾ ഇടപെടാനുള്ള ബാധ്യത ഭരണകൂടത്തിനും അതിനെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയത്തിനും ഉണ്ടാവുക തന്നെ ചെയ്യും. ആ നിലക്ക് ഇപ്പോഴത്തെ പൗരോഹിത്യ തർക്കങ്ങളിൽ ഒരു പക്ഷത്തൊരു രാഷ്ട്രീയം, മറുപക്ഷത്ത് മറ്റൊരു രാഷ്ട്രീയം എന്ന് നമുക്ക് കാണാനാവും, കർട്ടന് പിന്നിലാണെങ്കിലും. പക്ഷേ ആ രാഷ്ട്രീയ ഇടപെടലുകൾക്ക് ദൈവിക തത്വങ്ങളെ വിട്ടുകൊടുക്കരുത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ദൈവിക പരിവേഷം നിലനിർത്തിക്കൊണ്ട് വേണം ഈ പ്രശ്നങ്ങൾക്ക് രമ്യമായി പരിഹാരം കാണാൻ. രാഷ്ട്രീയ പരിഹാരങ്ങളും ഒപ്പം ഉണ്ടാവണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. വീണ്ടും കാണാം.